ഹായ്, ഇന്നെൻ്റെ കയ്യിലുള്ളത് ടി.ഡി. രാമകൃഷ്ണൻ എഴുതിയ ആൽഫ എന്ന് പറയുന്ന നോവൽ. അതിൻ്റെ ഫ്രണ്ട് കവർ പേജാണ് നിങ്ങളിവിടെ കാണുന്നത്. ഞാനിതിൻ്റെ കിൻഡിൽ എഡീഷനാണ് വായിച്ചത്. അപ്പോൾ ആ ഒരു കിൻഡിൽ എഡീഷനാണ് ഇവിടെ കാണുന്നത്. അതിൽ ഫ്രണ്ട് പേജിൽ നോവലിൻ്റെ പേരായിട്ടുള്ള ആൽഫ എന്നും അത് എഴുതിയിട്ടുള്ള ആളുടെ പേരായിട്ട് ടി.ഡി. രാമകൃഷ്ണൻ എന്നും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഫ്രാൻസിസ് ഇറ്റുക്കോര എന്ന പ്രശസ്ത നോവലിൻ്റെ രചയിതാവ് എന്നൊരു ടാഗ് ലൈൻ കൂടി ഈ ഒരു ഫ്രണ്ട് പേജിൽ കാണാം. ആൽഫയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു നോവലാണ്. ടി.ഡി. രാമകൃഷ്ണൻ്റെ മറ്റ് നോവലുകളെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു നോവലാണ് ഈ ആൽഫ എന്ന് പറയുന്നത്. കഥയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപലേന്ദു ചാറ്റർജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ 12 പേരെ പല വിവിധ മേഖലകളിൽ നിന്നും പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ പെട്ടിട്ടുള്ള 12 പേരെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ദ്വീപിൽ പുതിയതായിട്ട് താമസിക്കാൻ പോകുന്നതാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു ദ്വീപ്, ഇതുവരെ മനുഷ്യവാസമൊന്നുമില്ലാത്ത ഒരു ദ്വീപ്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ മുഴുവൻ ഉപേക്ഷിച്ചിട്ട്, ഭാഷയായിക്കോട്ടെ, വസ്ത്രമായിക്കോട്ടെ, സംസ്കാരമായിക്കോട്ടെ, മനുഷ്യൻ നേടിയെടുത്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് ആ ഒരു ദ്വീപിലോട്ട് പോകുന്നത്. അപ്പോൾ ആ ദ്വീപിൻ്റെ പേരാണ് ആൽഫ എന്ന് പറയുന്നത്. അത് തന്നെയാണ് നോവലിൻ്റെ പേരായിട്ടുള്ളത്. ആ ദ്വീപിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. അവിടെ 25 വർഷം താമസിക്കുക, അതായത് ആദിമ മനുഷ്യനെ പോലെ 25 വർഷം താമസിക്കുക എന്നുള്ളതാണ് പരീക്ഷ. അങ്ങനെ താമസിച്ച് കഴിയുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിരീക്ഷിക്കാനും അത് കുറച്ചുകൂടി ബെറ്റർ ആവുന്ന തരത്തിലാണെന്നാണ് ഉപലേന്ദു ചാറ്റർജി പറയുന്നത്. കുറച്ചും കൂടി നല്ല ബുദ്ധിപരമായിട്ടുള്ള വികാസം ഉണ്ടാവുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഉണ്ടായോ എന്നുള്ളത് ഈ നോവൽ തന്നെ വായിച്ച് നോക്കണം, അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ മൊത്തത്തിൽ എല്ലാം സീറോയിലോട്ടാണ് നമ്മൾ പോകുന്നത്, ആദിയിലോട്ടാണ് പോകുന്നത്. ഒന്നുമില്ല, മുഴുവൻ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ദ്വീപിൽ 12 പേരും ഉപലേന്ദു ചാറ്റർജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനും കൂടി താമസിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇവരോടൊപ്പം മറ്റൊരാൾക്ക് കൂടിയിട്ട് ഈ ഒരു കാര്യം അറിയാം. അപ്പോൾ അയാൾ 25 വർഷം കഴിയുമ്പോൾ അവിടെ എത്തും. എന്നിട്ട് എന്തായി സംഭവിച്ചതെന്നുള്ളത് വിലയിരുത്തും. ഇതാണ് ഈ ഒരു പരീക്ഷണം. അതിൽ 25 വർഷത്തിനിടയിൽ ആ 12 പേരിൽ പലവരും മരിച്ചു പോകുന്നുണ്ട്. പുതുതായിട്ടുള്ള അംഗങ്ങൾ, പുതിയ കുട്ടികൾ ആ ഒരു സംഘത്തിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു നിയമവാഴ്ചയില്ലാത്ത, ഒരു തരത്തിലുള്ള വ്യവസ്ഥകളുമില്ലാത്ത ഒരു അവസ്ഥയിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഹോമോസാപ്പിയൻസ്, ആ ഒരു മൃഗം താമസിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു നോവലിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് നമ്മളൊക്കെ എത്ര മേനി നടിച്ചാലും, വസ്ത്രങ്ങളൊക്കെ എടുത്ത് അണിഞ്ഞാലും, എത്ര സ്പ്രേ എടുത്ത് പൂശിയാലും, ഭാഷകൾ കൊണ്ട് അമ്മാനമാടിയാലും, സംസ്കാരം കൊണ്ട് നമ്മൾ അത്യുന്നതകളിൽ എത്തി, മറ്റ് ജീവികളെയൊക്കെ തന്നെ അവരുടെ മുകളിലാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞാലും, ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോഴും ഒരു മൃഗം തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലൊരു മൃഗം കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു നോവൽ പറഞ്ഞു വയ്ക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് ആ ഒരു മാറ്റം, മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡിൽ ജീവിച്ച് പെട്ടെന്ന് ഒരു തരത്തിലുള്ള നിയമങ്ങളും ഇല്ലാത്ത സ്ഥലത്തേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഹോമോസാപ്പിയൻസ് പെരുമാറുന്നത് എന്നുള്ളത് ഈ ഒരു നോവലിലൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ആ ഒരു മാറ്റം, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് തന്നെയാണ് ഈ നോവലിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വളരെയധികം ക്യൂരിയോസിറ്റിയോടുകൂടി വളരെയധികം രസകരമായിട്ട് വായിച്ചിരിക്കാൻ പറ്റുന്ന ഒരു നോവലാണ് ടി.ഡി. രാമകൃഷ്ണൻ്റെ ആൽഫ എന്നുള്ളത്. വളരെ ചെറിയൊരു നോവൽ കൂടിയാണ്. നമ്മളെ തന്നെ നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, എങ്ങനെയാണ് നമ്മൾ ഇതുവരെ എത്തിയത്, അല്ലെങ്കിൽ നമ്മുടെ മുൻ ചരിത്രം എന്തായിരുന്നു, നമ്മുടെ മുൻഗാമികൾ എങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത്, ആ ഒരു ജീവിത വ്യവസ്ഥ എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നോവൽ വായിച്ചു നോക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.